നിഖിൽ, വെണ്ണക്കരയിലേതൊഴിച്ചാൽ ബാക്കി എല്ലായിടത്തും സമാധാനപരമായിരുന്നു വോട്ടിംഗ്. എങ്കിൽ പോലും ഈ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം അത് പലർക്കും ഉച്ചയോടെ വലിയ ആശങ്കയുണ്ടാക്കി. എല്ലാ മുന്നണികളും സ്ക്വാഡുകളെ ഇറക്കി വീടുകളിൽ നിന്ന് വോട്ടർമാരെ കൂട്ടിക്കൊണ്ടുവരുന്നു ബൂത്തിലേക്ക് എന്ന നിലയിലേക്ക് പോയി. അത് സജീവമായി. അതാണോ ഇപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ ഒന്നുകൂടി ഒന്ന് ഉണരാൻ ഒരു പോളിംഗ് ശതമാനത്തിൽ ഒരു ഉയർച്ചയ്ക്ക് കാരണം? ഗോകുൽ, സാധാരണഗതിയിൽ പാലക്കാട് ഇങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ ഉണ്ടാകാറ്. കാരണം രാവിലെ അത്യാവശ്യം തിരക്കുണ്ടാകും. രാവിലെ ഈ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ സാമാന്യം തിരക്കുണ്ടാകും. പിന്നീട് പതിയെ ഈ തിരക്ക് അവസാനിച്ച് ഉച്ചയാകുമ്പോഴേക്കും ഏതാണ്ടൊരു 11 മണിക്കൊക്കെ ശേഷം നന്നേ ആളുകൾ കുറയാറാണ് പതിവ്. പിന്നീട് ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിച്ചേരുന്നത് ഈ അവസാന മണിക്കൂറുകളിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ഇരട്ട വോട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്ന വിവിധ വാർഡുകളിൽ, പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അവിടങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവസാന ഘട്ടത്തിൽ, അതായത് ഇന്നത്തെ പോളിംഗിൻ്റെ ഈ അവസാന ഘട്ടത്തിലാണ് ഈ വെണ്ണക്കര ഭാഗത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഘർഷം ഉണ്ടായത്. അതും സ്ഥാനാർത്ഥി കൂട്ടമായി എത്തി, അതായത് പ്രവർത്തകരോടൊപ്പം ബൂത്തിനകത്ത് കയറി വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് പ്രധാനമായും CPIM-ഉം BJP-യും ഉന്നയിക്കുന്ന ഒരു ആരോപണം. എന്നാൽ അതിനു മുൻപ് അവർ പറയുന്നത്, തൊട്ട് മുൻപ് ഡോക്ടർ പി സരീൻ എത്തി വോട്ട് അഭ്യർത്ഥിച്ച സമയത്ത് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല, ആരും അതിനെ തടയാനും നിന്നില്ല. എന്നാൽ തങ്ങൾ വരുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്നു. ഇത് പരാജയ ഭീതി കൊണ്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം. എന്തായാലും ഇപ്പോൾ പ്രധാനമായി ഇവിടുന്ന് റോഡുകളെല്ലാം തന്നെ നീക്കി, അതായത് ആളുകളെയൊക്കെ തന്നെ ഇവിടുന്ന് നീക്കി ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഹന ഗതാഗതം ഏറെ നേരം ഇവിടെ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആളുകളെയൊക്കെ നീക്കിക്കൊണ്ട് ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വീണ്ടും സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഈ ബൂത്തിന് മുന്നിൽ വലിയ തിരക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചെറിയ ആളുകൾ മാത്രമേ, ചെറിയൊരു ക്യൂ മാത്രമേ ഇപ്പോൾ ഈ ബൂത്തിനുള്ളൂ, ഈ 48-ാം നമ്പർ ബൂത്തിന് മുന്നിലുള്ളൂ എന്നുള്ളതാണ്. ദീപക് ധർമ്മണം കൂടി വെണ്ണക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ഇതുവരെ എല്ലാം സമാധാനപരമായിരുന്നു. പ്രതീക്ഷിച്ച ഈ ഇരട്ട വോട്ടിൽ നിന്നുള്ള തർക്കങ്ങളൊന്നും എവിടെയും കണ്ടില്ല. പക്ഷേ അവസാന നിമിഷം വെണ്ണക്കരയിൽ ചെറിയ ഒരു കശപിശ ഉണ്ടാവുന്നു. അവിടെ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമാധാനപരമാണ് സാഹചര്യങ്ങളെന്ന് കരുതുന്നു. സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. നമ്മുടെ വിഷ്ണു ഒന്ന് പാൻ ചെയ്യുമ്പോൾ പോളിംഗ് സ്റ്റേഷന് മുൻപിലും പോലീസിൻ്റെ വലിയ രീതിയിലുള്ള സാന്നിധ്യമുണ്ട്. തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു, എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നാലും സ്ഥലത്ത് പോലീസിൻ്റെ വലിയ സാന്നിധ്യം തന്നെയുണ്ട്. കാരണം ഏത് സമയത്തും, പ്രത്യേകിച്ചും ഒരു സെൻസിറ്റീവ് സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സന്നാഹത്തെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. DYSPയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംവിധാനം തന്നെ എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വന്ന പ്രവർത്തകരോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു, കൈ ഉയർത്തി വോട്ട് അഭ്യർത്ഥിച്ചു എന്നുള്ള പരാതി വരുന്നു. അതിനെ തുടർന്നുള്ള വാക്കേറ്റം ആദ്യം BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലായിരുന്നു. പിന്നീട് അത് CPM പ്രവർത്തകർ കൂടി ഏറ്റെടുക്കുന്നു. അതാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇതാ വെണ്ണക്കര സ്കൂളിന് മുൻപിലുള്ള റോഡിൽ ഇപ്പോൾ വാഹനങ്ങൾ പോലീസ് നിയന്ത്രിച്ച് കടത്തിവിടുകയാണ്. ഇപ്പോൾ അന്തരീക്ഷം സമാധാനപരമാണ്. പക്ഷേ എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത്, പ്രത്യേകിച്ചും വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ വലിയ സുരക്ഷാ സംവിധാനം DYSPയുടെ നേതൃത്വത്തിലുണ്ട്. DYSP ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു പോലീസ് കൂടുതൽ പാർട്ടിയെ ഇങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത്? അല്ല, ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. തർക്കമുണ്ടായ പോലീസ് അത് വന്നിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അല്ല, പോലീസ് ഇഷ്ടം പോലെ ആൾറെഡി ഉണ്ട്. നമ്മൾ പല ഭാഗത്തും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ പോലീസ് പാർട്ടിയെതിരെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ വോട്ട് ചെയ്യലിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചു? അവർക്ക് തടസ്സപ്പെടുത്തില്ല. ഏതായാലും വോട്ടിങ്ങിനെ ഏതെങ്കിലും രീതിയിൽ ഇത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് DYSP ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് പ്രവർത്തകരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടപ്രകാരം ഉള്ള രീതിയിലേക്ക് പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളോട് ഈ ഇവിടുത്തെ സബ് ഡിവിഷൻ ചുമതലയുള്ള DYSP തന്നെ പോലീസ് കൂടുതൽ സേനയെ വിന്യസിപ്പിച്ചുവെന്നും പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിച്ചു എന്നുള്ളതുമാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ തർക്കങ്ങൾ തൽക്കാലത്തേക്ക് തീർന്നെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹത്തെയാണ് ഈ പോളിംഗ് സ്റ്റേഷന് പുറത്ത് നിയോഗിച്ചിരിക്കുന്നത്.